ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. അപ്പോൾ നമ്മുടെ APO പരീക്ഷയൊക്കെ കടന്നു വരാനായിട്ട് പോവുകയാണ്. എല്ലാവരും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പഠനത്തിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക, അല്ലേ? അപ്പോൾ വളരെ സീരിയസ് ആയി പരീക്ഷയെ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റായോ ശരിയായോ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഉണ്ടാവുന്നത്. മാക്സിമം ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു എന്നിങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകൾ കിടക്കുന്നുണ്ട്. 1857 കലാപവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി എന്നാണ്. ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആക്ടിനെ നമ്മൾ രാജ്ഞിയുടെ വിളംബരം എന്ന് വിളിക്കാറുണ്ട്. ആ ആക്ടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്. 1858 കലാപം അടിച്ചമർത്തിയതിനെ തുടർന്ന് അവതരിപ്പിക്കപ്പെട്ട നിയമം തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അഥവാ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ അഥവാ രാജ്ഞിയുടെ വിളംബരം എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ശരി ഉത്തരം. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുത്തു എന്നാണ്. ശരി ഉത്തരമാണ്. അടുത്തത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് പ്രകാരം വന്നിട്ടുണ്ടായിരുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ലോർഡ് സ്റ്റാൻലി അഥവാ സ്റ്റാൻലി പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ദെൻ സാമുദായിക പ്രാതിനിധ്യം, ഡയാർക്കി എന്നിവ കൊണ്ടുവന്നു എന്നിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ട്. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് എന്തല്ല? ശരിയല്ല. സാമുദായിക പ്രാതിനിധ്യം അല്ലെങ്കിൽ പോട്ടെ ഡയാർക്കി നടപ്പിലാക്കിയ നിയമം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര പ്രകാരമാണ് ഈ ഡയാർക്കി അഥവാ ദ്വിഭരണ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. സോ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഫലമായി ഉണ്ടായത് എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 മാത്രമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്: ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത് എന്നത് പോയിന്റ് ആണ്. അടുത്ത ചോദ്യം: 1857 കലാപത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചവയിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തണം. 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവശിപായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു. ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ജനറൽ ഹ്യൂഗ്രോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്നാണ്. അവിടെ ഒരു ചെറിയ സെന്റൻസിലൊരു എറർ ഉണ്ട്. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയെയും ബാധിച്ചിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 4 കാര്യങ്ങളാണുള്ളത്, അല്ലെ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവ ശിപായിയെ കുറിച്ചുള്ള പോയിന്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്ന ആ യുവ ശിപായി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ തന്നെയാണ്. 1857 കലാപത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്.
ശരിയായ ഉത്തരം. ഹെൻറി ബോഗ്, ജെയിംസ് ഹ്യൂസൺ എന്നിങ്ങനെയുള്ളവരെയാണ് ആക്രമിക്കുന്നത്. അതിൽ ഹെൻറി ബോഗ് വധവുമായി ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. മരണം വരെ പോരാടിയിട്ടില്ല. പിന്നെയോ? മരണം വരെ പോരാടിയിട്ടില്ല. പിന്നെയോ 1857 കലാപ പരാജയത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിലേക്ക് നാടുകടത്തപ്പെടുകയായിരുന്നു ചെയ്തത്. റങ്കൂണിലേക്ക് നാടുകടത്തപ്പെടുകയാണ് അദ്ദേഹം. മരണം വരെ പോരാടിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ ജനറൽ ഹ്യൂഗ്രോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിയെ പരാജയപ്പെടുത്തി ഇതാ കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത് 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ഇന്ത്യയെയും ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? തെറ്റാണ്. കാര്യം എന്താ? കലാപം വടക്കേ ഇന്ത്യയിൽ മാത്രമായി വ്യാപിച്ചു. വടക്കേ ഇന്ത്യയിൽ മാത്രമായിരുന്നു വ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സോ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായി വരുന്നത്. 1ഉം 3ഉം മാത്രം ശരി. 1ഉം 3ഉം മാത്രം ശരി. അതായത് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1857 കലാപത്തിൻ്റെ പരാജയ കാരണങ്ങൾ അറിയണം. കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയണം. കലാപത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എന്തൊക്കെ നടന്നിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ അറിയണം. അതിൽ എസ്പെഷ്യലി ഡൽഹിയിലെ കലാപവും ഝാൻസിയിലെ കലാപവും നിങ്ങൾ എടുത്തു പഠിക്കണമെന്ന് ഈ ചോദ്യം പറയുന്നു. അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ അതൊക്കെയാണ്. അതുപോലെ കലാപാനന്തരമുണ്ടായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 സ്ഥിരമായി ചോദ്യമായി ചോദിക്കാറുണ്ട്. ഇപ്പോൾ സ്ഥിരം ചോദ്യമാണ്. ഒരു കാരണവശാലും ആ ചോദ്യം വിട്ടുകളയരുത്, പഠിക്കണം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. 4 നേതാക്കന്മാരെ തന്നിട്ടുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ, ഷാമൽ, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത്ത് മകൾ. പ്രദേശങ്ങൾ തന്നിട്ടുണ്ട്. ഫൈസാബാദ്, ലക്നൗ, ഡൽഹി, ബറൌട്ട്. ഓക്കെ, ഉത്തരങ്ങൾ ആലോചിച്ചേ. മനസ്സിലെല്ലാവരും ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം ആദ്യം. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് അല്ലേ? ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകിയത് ഡൽഹിയിലാണെന്നറിയാം. 1 സി ആണ്. 2 ഷാമൽ അല്ലേ? ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ ജാട്ട് കർഷക ജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് കലാപം സംഘടിപ്പിച്ച ആളാണ് ഷാമൽ. 2 ഡി ആണ്. 3 മൗലവി അഹമ്മദുള്ള ഷാ. നോക്കി, 1 സി 2 ഡി ഉള്ള എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം 1 സിയും 2 ഡിയും ഉള്ളത്, 1 സിയും 2 ഡിയും ഉള്ള 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം അത് രണ്ടും പറ്റില്ല. അപ്പം 3 നോക്കണം. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ആണ് അല്ലേ? ഡങ്കാഷ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപകാരിയാണ് മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ നേതൃത്വം നൽകി. 4 ബീഗം ഹസ്രത്ത് മകൾ ലക്നൌവിലായിരുന്നു നേതൃത്വം നൽകിയത്. 1 സി 2 ഡി 3 എ 4 ബി എന്നിവയാണ്. സോ ശരി ഉത്തരം ഡി ആണ്. ശരി ഉത്തരം ഡി ആണ് അല്ലേ? അപ്പോൾ കലാപകേന്ദ്രവും അവിടുത്തെ നേതൃത്വവും എന്ന് പറയുന്ന ഭാഗം 1857 കലാപവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? കൃത്യമായി ഓർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കൽക്കട്ടയിലേക്ക് നാടുകടത്തപ്പെട്ടത് വാജിദ് അലി ഷാ, കാൺപൂരിലേക്ക് നാടുകടത്തപ്പെട്ടത് നാനാ സാഹിബ്, ഡൽഹിയിലേക്ക് നാടുകടത്തപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമൻ. 3 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കൽക്കട്ടയിലേക്ക് നാടുകടത്തപ്പെട്ടത് വാജിദ് അലി ഷാ എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അവധിൻ്റെ ഭരണാധികാരിയായിരുന്നു വാജിദ് അലി ഷാ. അവധ് ഭരണാധികാരിയായിരുന്നു. എന്തായിരുന്നു? ദുർഭരണാരോപണത്തെ തുടർന്ന് അല്ലേ? ദുർഭരണാരോപണത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ട ആളായിരുന്നു ആര്? വാജിദ് അലി ഷാ. കാൺപൂരിലേക്ക് നാടുകടത്തിയത് നാനാ സാഹിബിനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഡൽഹിയിലേക്ക് നാടുകടത്തിയത് ബഹദൂർ ഷാ രണ്ടാമനെയാണെന്നും പറഞ്ഞിരിക്കുന്നു. ശരിയാണോ? അല്ല.
നാനാ സാഹിബ് നാട് വിട്ടു പോകുന്നത് നേപ്പാളിലേക്കുമായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് റങ്കൂണിലേക്കുമായിരുന്നു. സോ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. എന്നാൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ, കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആരെ പറയാം? കാൺപൂരിൽ നേതൃത്വം നൽകിയതെന്ന് പറഞ്ഞാൽ ആരെ പറയാം? നമ്മുടെ നാനാ സാഹിബിനെ പറയാം. അതുപോലെ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം? ബഹദൂർ ഷാ രണ്ടാമനെയും പറയാം. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്, ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. സ്റ്റേറ്റ്മെന്റിൽ നാട് കടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നാനാ സാഹിബ് നാട് വിട്ടുപോകുന്നത് നേപ്പാളിലേക്കും ബഹദൂർ ഷാ രണ്ടാമൻ നാട് വിട്ടുപോകുന്നത് റങ്കൂണിലേക്കുമാണ്. അതുപോലെ നേപ്പാളിലേക്ക് നാട് വിട്ടുപോയ മറ്റൊരാളാണ് ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹലും നേപ്പാളിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ കലാപകാരികൾക്ക് സംഭവിച്ച എന്താണ് അവസാന ഫലം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. മുൻകാലങ്ങളിൽ ചോദ്യങ്ങളായി ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി സിനിമ സംവിധാനം ചെയ്തത് ആര്? കേതൻ മേത്ത, യാഷ് ചോപ്ര, രാഘവേന്ദ്ര റാവു, രാധാകൃഷ്ണ, ജഗാർൽ മുടി എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ കിടക്കുന്നുണ്ട്. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മേത്ത, യാഷ് ചോപ്ര, രാഘവേന്ദ്ര റാവു, രാധാകൃഷ്ണ, ജഗാർൽ മുടി. ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. എല്ലാവരും ഒരു പേപ്പറൊക്കെ എടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഉത്തരം ഇവിടെ വരുമ്പോൾ ഏതാണ് ശരിയായ ഉത്തരമായി നമുക്ക് പറയാൻ പറ്റുന്നത്? കേതൻ മേത്തയാണോ? നമുക്കൊരു സംശയമായിട്ട് എപ്പോഴും വരാൻ സാധ്യതയുള്ളത് കേതൻ മേത്തയാണ് അല്ലേ. പക്ഷെ കേതൻ മേത്ത സംവിധാനം ചെയ്ത ചലച്ചിത്രം മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രമാണ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചലച്ചിത്രമാണെന്നുണ്ടെങ്കിൽ കേതൻ മേത്തയാണ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രം കൊണ്ടുവരുന്നത് കേതൻ മേത്തയാണ്. ഓക്കെ, മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. അതിനകത്ത് പ്രധാന കഥാപാത്രം ആരായിരുന്നു എന്നറിയാമോ? മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാന്നറിയാമോ? അമീർ ഖാനാണ്. ആരാണ്? അമീർ ഖാൻ. ഓക്കെ, ഇവിടെ നമ്മുടെ ഉത്തരം വരേണ്ടത് രാധാകൃഷ്ണ ജഗാർൽ മുടി എന്നതാണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൃഷ് ജഗാർൽ മുടി എന്നും കിടക്കാറുണ്ട്. കൃഷ് ജഗാർൽ മുടി എന്ന് പറഞ്ഞാലും ആ 2 ഒരാൾ തന്നെയാണ് കേട്ടോ. കൃഷ് ജഗാർൽ മുടി എന്ന് പറഞ്ഞാലും 2 ഒരാൾ തന്നെയാണ്. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. പ്രധാന കഥാപാത്രം കങ്കണ റണൌട്ടാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കങ്കണ റണൌട്ടായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി ശത്രാംജ് കെ ഖിലാഡി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാന്നറിയാമോ? സത്യജിത്ത് റേ 1857 കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന 1857 കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന ഒരു ചലച്ചിത്രമാണ് ശത്രാംജ് കെ ഖിലാഡി എന്ന് പറയുന്നത്. 1857 എന്നൊരു ചലച്ചിത്രമുണ്ട്. അത് കൊണ്ടുവന്നത് മോഹൻ സിൻഹയാണ് 1857 എന്നൊരു ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് 57 കലാപവുമായി ബന്ധപ്പെട്ട ചില ചലച്ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ പിവൈക്കുവാണിത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ച നാട്ടുരാജ്യം 1851 ഇങ്ങനൊരു വിശേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇയർ 1851. ഏത് നാട്ടുരാജ്യത്തെയാണെന്ന് ചോദിച്ചാൽ അവധിനെയാണ് ഈ വിധത്തിൽ ഡൽഹൌസി വിശേഷിപ്പിച്ചത്. അവധ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിൽ അവതരിപ്പിച്ച നികുതി സമ്പ്രദായമായിരുന്നു മഹൽവാരി വ്യവസ്ഥ. 1857 കലാപത്തിന് മുൻപ് ഇന്ത്യയുടെ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണമായിരുന്നു റെയിൽവേയുടെ വികസനം. മഹൽവാരി സമീന്ദാരി വ്യവസ്ഥകൾ സ്ഥിര നികുതി വ്യവസ്ഥയായിരുന്നില്ല. ഉത്തരം നോക്കിയാൽ ഇതിലെ ഓപ്ഷനിനകത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ വഴിയുണ്ട്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ആ ഉത്തരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിൽ അവതരിപ്പിച്ച നികുതി സമ്പ്രദായമായിരുന്നു മഹൽവാരി എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്.
ആക്ച്വലി ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദക്ഷിണേന്ത്യൻ മേഖലയിൽ അവതരിപ്പിച്ച നികുതി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയട്ട് വാരി വ്യവസ്ഥയാണ്. റയട്ട് വാരി വ്യവസ്ഥയായിരുന്നു ദക്ഷിണേന്ത്യൻ മേഖലയിൽ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ, മധ്യേന്ത്യ, പഞ്ചാബ് മേഖലകളിലായി നടപ്പിലാക്കിയതായിരുന്നു എന്ത് മഹൽവാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. 1857 കലാപത്തിന് മുൻപ് ഇന്ത്യയുടെ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണമായിരുന്നു റെയിൽവേയുടെ വികസനം എന്നത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. 57 കലാപത്തിന് മുമ്പാണ്, ശ്രദ്ധിക്കണം, 57 കലാപത്തിന് മുൻപുള്ള സാഹചര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണം റെയിൽവേയുടെ വികസനം ആയിരുന്നു. കാര്യം എന്താ, ഇന്ത്യയിലെ ഈ പറയുന്ന റെയിൽവേ വികസിപ്പിക്കുന്നത് ബോംബെ മുതൽ താനെ വരെയാണ്. ഇന്ത്യയുടെ ഡെക്കാൻ മേഖലയിലാണ്. ധാരാളമായി കറുത്ത മണ്ണിനം കാണപ്പെടുന്ന സ്ഥലമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മേഖലയാണ്. ആയതിനാൽ ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങൾ വഴി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാനും യൂറോപ്പിലെ യന്ത്രനിർമ്മിത ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ഇന്ത്യൻ തുറമുഖത്തെത്തിച്ച് ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാനും റെയിൽവേയുടെ വികസനം അന്ന് ബ്രിട്ടനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1857 കലാപത്തിന് മുൻപ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണമായി റെയിൽവേയുടെ വികസനം പറയുന്നത് ശരിയാണ്. അടുത്തത്, മഹൽവാരി സമീന്ദാരി വ്യവസ്ഥകൾ ഒരു സ്ഥിര നികുതി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. മഹൽവാരി ഒരു സ്ഥിര നികുതി ആയിരുന്നില്ല. ഇവിടെ ചോദ്യം തെറ്റിപ്പോകാനുള്ള കാരണം ഇതിനകത്ത് സമീന്ദാരി വ്യവസ്ഥ വന്നതാണ്. ഇതില്ലെങ്കിൽ എന്താണ്, മഹൽവാരി വ്യവസ്ഥ ഒരു സ്ഥിര നികുതി വ്യവസ്ഥ ആയിരുന്നില്ല എന്ന് വായിച്ചാൽ മതി. ഇതിനകത്ത് സമീന്ദാരി എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി, അപ്പോൾ പ്രശ്നമില്ല. ഇത് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ വായിച്ചാൽ മഹൽവാരി വ്യവസ്ഥകൾ എന്ന് പറയുന്ന ഒരു സ്ഥിര നികുതി വ്യവസ്ഥ ആയിരുന്നില്ല എന്ന് പറയുന്നത് എന്താണ്, ശരിയാണ്. അതെന്താണ്, ശരിയാണ്. മഹൽവാരി വ്യവസ്ഥകൾ ഒരു സ്ഥിര നികുതി വ്യവസ്ഥയായിരുന്നു എന്ന് പറയുന്നത് എന്താണ്, ശരിയാണ്. അങ്ങനെ ആകുമ്പോൾ ഉത്തരം നമുക്ക് 2, 3 എന്ന് എഴുതാം. കാര്യം ഇതിനകത്തെ സമീന്ദാരി വ്യവസ്ഥ പ്രകാരം 60% വരെ നികുതി കൊടുക്കണമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. സമീന്ദാരി വ്യവസ്ഥ പ്രകാരം 60% വരെ നികുതി എന്നുള്ളത് സമീന്ദാരി വ്യവസ്ഥ അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ കണ്ടീഷനാണ്. അതിനെയാണ് സമീന്ദാരി വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം 60% വരെ നികുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് ചോദ്യത്തിലൊരു ചെറിയ തെറ്റുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ചോദ്യം ക്യാൻസലായി പോകും. എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ ഇത് പറയുന്നുണ്ട്. മഹൽവാരി വ്യവസ്ഥകൾ ഒരു സ്ഥിര നികുതി വ്യവസ്ഥയായിരുന്നില്ല എന്ന് വായിച്ചാൽ മതി. അപ്പോൾ അതെന്തായി, സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി. അപ്പോൾ 2, 3 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നാൽ തിരുത്താനൊന്നും നിൽക്കണ്ട, അത് ക്യാൻസലായി പോകത്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ശരി. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ് അല്ലേ. അമരാവതി സമ്മേളനമാണ് അല്ലേ. 1897 അമരാവതി സമ്മേളനത്തിൽ INC പ്രസിഡന്റാകുന്ന ആദ്യ മലയാളിയായി വരുന്നു ആര്, ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും അല്ലേ, വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച ആദ്യ മലയാളി അല്ലേ. കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി എന്ന് പറയുന്ന ആളാണ് ആര്, ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, അടുത്ത ചോദ്യം ദാ പിടിച്ചോളൂ. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം, 1929 ലാഹോർ സമ്മേളനം, 1928 കൽക്കട്ട സമ്മേളനം, 1924 ബൽഗാം സമ്മേളനം. ഏതൊക്കെയുണ്ട്? കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം, 1929 ലാഹോർ സമ്മേളനം, 28 കൽക്കട്ട, 24 ബൽഗാം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ചോദ്യമാണ്. എന്നാൽ ഒരു വർഷം എടുക്കുന്ന പരീക്ഷകളുടെ എണ്ണം 100 ആണെങ്കിൽ അതിൽ 90 പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദ്യം.
പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം എന്ന് പറഞ്ഞാൽ 1929 ലാഹോർ സമ്മേളനമാണ്. നാഗ്പൂർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയുണ്ട്? നാഗ്പൂർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ എന്തൊക്കെയുണ്ട്? നാഗ്പൂർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ, നാഗ്പൂർ സമ്മേളനത്തിൽ ഒന്നാണ് ഭാഷാ അടിസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണം. ഭാഷാ അടിസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണം. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി എന്നിങ്ങനെയുള്ള 2 പോയിന്റുകൾ നമുക്ക് നാഗ്പൂർ സമ്മേളനത്തിൽ പറയാം. സി വിജയരാഘവാചാരിയായിരുന്നു ഇതിൻ്റെ അധ്യക്ഷനായി വന്നത്. അടുത്തത് 1928 കൽക്കട്ട സമ്മേളനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ട സമ്മേളനമായിരുന്നു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റായി വന്നത്. ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റായി വന്നത്. 2 കാര്യങ്ങൾ അതിൽ ഓർക്കാനുണ്ട്. ഒന്ന്, 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി തീരുമാനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി തീരുമാനിക്കുന്നത് 1929 പൂർണ്ണ സ്വരാജ് 29 ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജ് പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. 24 ബൽഗാം സമ്മേളനം നമുക്ക് PSC ചോദിക്കാറുള്ളത്. ഗാന്ധിജി INC പ്രസിഡന്റായി വന്ന ആദ്യ സമ്മേളനവും ഏക സമ്മേളനവുമാണ് ബൽഗാം സമ്മേളനം. ഒറ്റ സമ്മേളനത്തിലെ ഗാന്ധിജി INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് 1924 ബൽഗാം സമ്മേളനത്തിലാണ്. എന്നാൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണെന്നറിയാമോ? ഗാന്ധിജി പങ്കെടുത്തത് 1901 കൽക്കട്ട സമ്മേളനം. DE വാച്ചയായിരുന്നു അധ്യക്ഷൻ. DE വാച്ച അധ്യക്ഷനായ കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം എന്ന് പറയുന്നത്. അതുപോലെ ജവഹർലാൽ നെഹ്റു ആദ്യമായി INC പ്രസിഡന്റായ സമ്മേളനമാണ് 1929 ലാഹോർ. അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നത് 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുക്കുന്നത് അതിൻ്റെ പ്രസിഡന്റ് RN മധോൽക്കർ ആയിരുന്നു. ഇതൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ശരിയായ ഉത്തരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി 1896 കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെടുന്നത്. ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ആ ഗാനം എഴുതുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കണം, 1911 ജനഗണമന ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന 1911 കൽക്കത്ത സമ്മേളനത്തിലാണ് ആലപിക്കുന്നത്. കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് 1911 ജനഗണമന ആലപിക്കുന്നത്. സരളാദേവി ചൗധരണിയാണ് അത് ആലപിച്ചത്. ആ സമ്മേളനത്തിൽ വെച്ച് ആലപിച്ചത്. എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറുമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം അത് ആലപിക്കപ്പെടുന്നത് 1896 കൽക്കത്തയിലും. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന 1911 കൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവി ചൗധരണിയുമായിരുന്നു ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രസിഡന്റായി വരുന്നത് BN ധർ ആയിരുന്നു. 1896 റഹമത്തുള്ള സയാനിയുമാണ്. ഓക്കെ, റഹമത്തുള്ള സയാനിയുമായിരുന്നു. മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആലോചിച്ച് ചെയ്യൂ. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഏതാണ് ഇത്? ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് തെറ്റാണ്. കാര്യം എന്താ? 1930 ജനുവരി 26 ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 4 മാത്രമാണ് ശരിയായ ഉത്തരം. 4 മാത്രമാണ് ശരിയായ ഉത്തരം. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ദെൻ വീണ്ടും ലാഹോർ സമ്മേളനം. കണ്ടോ, ഇഷ്ടം പോലെ ചോദ്യം ഈ ഭാഗത്തുനിന്ന് പല രീതിയിൽ വന്നിട്ടുണ്ട്. സിമ്പിളാണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായതേതല്ല? ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ശരി. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. തെറ്റ്. 29 ലാഹോർ സമ്മേളനം. 27 മദ്രാസാണ്. MA അൻസാരി ആയിരുന്നു പ്രസിഡന്റ്. 1932 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. തെറ്റ്. 1930 ജനുവരി 26 വരേണ്ടത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായി തീരുമാനിച്ചു. ശരി. 2 ശരി, 2 തെറ്റ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉമാണ് തെറ്റ്. സോ ബി ആണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ? ഓക്കെ, ശരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കുന്നു. A.O. ഹ്യൂം, W.C. ബാനർജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത. സിമ്പിൾ ചോദ്യം അല്ലേ? 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിന്റെ വിശാലമായ മുറിയിൽ ചേർന്ന INCയുടെ ആദ്യ യോഗത്തിൽ ആദ്യത്തെ അധ്യക്ഷത വഹിച്ച വ്യക്തി W.C. ബാനർജി ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂമുമായിരുന്നു. രൂപീകരണത്തിന് മുൻകൈയെടുത്ത ഇംഗ്ലീഷുകാരനായ അയാളായിരുന്നു അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായോ? ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം പിടിച്ചോ. ഗാന്ധിയനാശയങ്ങളെ വിമർശിച്ചുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. 1934 ബോംബെ സമ്മേളനം ഇന്ത്യയുടെ ഭാവി ഭരണഘടന മൗലികാവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണമെന്ന് പറഞ്ഞു. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം നടന്നത് 1938 ഗാന്ധിയനാശയങ്ങളെ വിമർശിച്ചുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും എന്നുള്ളത്. ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഗാന്ധിയും അരാജകത്വവും 1922 ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. അത് ശരിയാണ്. ഗാന്ധിയൻ ആശയങ്ങളെ വിമർശിച്ചിരുന്നു. 1934 ബോംബെ സമ്മേളനം ഇന്ത്യയുടെ ഭാവി ഭരണഘടന മൗലിക അവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. 1934 ബോംബെ സമ്മേളനം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചു. ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചു. ആരുന്നയിച്ചു? MN റോയി ഉന്നയിച്ചു. അപ്പോൾ അതെന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. അത് തെറ്റാണ്. അടുത്തത് നോക്കാം നമുക്ക്. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം നടന്നത് 38 1937 ഫൈസാപൂർ സമ്മേളനമായിരുന്നു. ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം. ഇന്ത്യയുടെ ഭരണഘടന എന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഫൈസാപൂർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലായിരുന്നു. സോ ഇതും തെറ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഉത്തരം B only, 1 only എന്നതാണ്. ഓക്കെ, കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി മറ്റൊരു സെഷനിൽ കാണാം. അപ്പോൾ ഇന്ന് പറയുന്നത് പോലെ ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ബൈ.